ഫൈസി ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഓനെ നമ്മൾ നാട്ടിലൊരു ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ബോർഡിംഗ് സ്കൂളല്ല, ഇങ്ങോട്ടൊക്കെ റിസോർട്ട്. കഴിഞ്ഞ 35 വർഷമായിട്ട് വെറും 250-300 കുട്ടികൾ മാത്രം പഠിക്കുന്ന നിലമ്പൂരിലെ ഈ ഒരു സ്കൂൾ ക്യാമ്പസ് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. അക്കാഡമിക്സിനേക്കാൾ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനും സ്പോർട്സിനും ആർട്സിനും സോഷ്യൽ ആക്ടിവിറ്റീസിനും മെന്റൽ ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ലൈഫ് പഠിപ്പിക്കുന്ന നിലമ്പൂരിലെ ഒരു CBSE സ്കൂൾ. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അതായത് ഇവിടുത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം ഈ ക്യാമ്പസിന്റെ അകത്ത് തന്നെ താമസിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ഹോം സ്കൂൾ ലൈഫ് കോച്ച് പ്രോഗ്രാം. കുറച്ച് കുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഓരോ 5 കുട്ടികൾക്കും ഒരു ലൈഫ് കോച്ച് ഉണ്ടാവും. ആ കുട്ടിയുടെ ഓരോ കാര്യവും നോക്കുന്നതും പാരന്റ്സും ടീച്ചേഴ്സുമായി കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരാളായിരിക്കും. ഇവിടെ 4th സ്റ്റാൻഡേർഡ് മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിൽ 2 അല്ലെങ്കിൽ 3 കുട്ടികളാണ് ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ മുകളിൽ കിടക്കാനും താഴെ പഠിക്കാനുള്ള സൗകര്യം, ഡെയിലി 7 നേരം ഭക്ഷണം, അതും 15 ദിവസം റിപ്പീറ്റ് ചെയ്യാത്ത മെനു ഉള്ള പരിപാടി, സ്വിമ്മിംഗ് ട്രെയിനിങ്, അതും കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്ന വലിയ സ്വിമ്മിംഗ് പൂൾ, കുട്ടികളുടെ മൈൻഡ് ഷാർപ്പ് ചെയ്യാൻ റൈഫിൾ ക്ലബ്ബ്, ബോക്സിംഗ് ട്രെയിനിങ്, ഹോഴ്സ് റൈഡിംഗ്, ഫുട്ബോൾ കോച്ചിങ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, സ്കേറ്റിംഗ്, ടേബിൾ ടെന്നീസ്, ചെസ് ട്രെയിനിങ്, ജിം ആൻഡ് ഫിറ്റ്നസ് തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ്. കൂടാതെ ഇതുപോലുള്ള ഗാദറിംഗ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻഡോർ ആംഫി തിയേറ്ററും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന മോഡൽ യുണൈറ്റഡ് നേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് GCCയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും ഗസ്റ്റായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഈ സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആരാന്നറിയോ? ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് അലുംനൈസ്. ഒരാൾ UN കൺസൾട്ടന്റ്, വേറൊരാൾ റോൾസ് റോയ്സ് സീനിയർ എഞ്ചിനീയർ, എയർ അറേബ്യ പൈലറ്റ്, മഷ്റഖ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് തുടങ്ങി ഈ കാണുന്ന ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ എല്ലാവരും ഈ സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. ഈ വീഡിയോ കാണുന്ന ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് വർഷമാണെന്നും ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നും ഒന്ന് കമന്റ് ചെയ്യാമോ? ഇവിടെ ഇപ്പൊ പഠിക്കുന്ന ഒരുവിധം എല്ലാ സ്റ്റുഡൻസും GCCയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നവരാണ്. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ കുട്ടികൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് ആവുന്നു എന്നുള്ളതും കുട്ടികൾ നാടുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടാതെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്നു എന്നുള്ളതും കൂടെയാണ്. ഞങ്ങൾ ഇന്നൊരു ദിവസം ഇവിടെ താമസിച്ച് 7 നേരത്തെ ഭക്ഷണവും കഴിച്ച് നാളെ പോകുന്നുള്ളൂ. ഇത് ഇവരുടെ ക്യാമ്പസിനകത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെ കാണാൻ വരുന്ന പാരന്റ്സിന് 1-2 ദിവസം അവരുടെ ക്ലാസ് മുടക്കാതെ കൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ ഒക്കെ ഈ ക്യാമ്പസ് ഒന്ന് വന്ന് കാണണമെങ്കിലോ അഡ്മിഷൻ ഡീറ്റെയിൽസോ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. UAE-ലോ സൗദിയിലോ ഖത്തറിലോ മറ്റേതെങ്കിലും GCC കൺട്രീസിലൊക്കെ മക്കളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.